ഇന്ന് നമ്മൾ കാണുന്നത് ഒരു കടുവ കുട്ടിയുടെ അല്ലെങ്കിൽ 2-3 കുഞ്ഞു കടുവകളുടെ ഒരു വീഡിയോ ആണ്. തായ്ലൻഡിന്റെ വടക്ക് ഭാഗത്ത് ചിയാങ് മെയ് എന്ന് പറഞ്ഞ മനോഹരമായ ഒരു സ്ഥലമുണ്ട്. അവിടെ ടൈഗർ കിങ്ഡം എന്ന് പറഞ്ഞൊരു കേന്ദ്രമുണ്ട്. ടൈഗർ കൺസർവേഷനൊക്കെ ആയിട്ടുള്ള ഒരു കേന്ദ്രമാണ് ഈ ടൈഗർ കിങ്ഡം. അപ്പോൾ അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ കണ്ട കടുവ കുഞ്ഞുങ്ങളാണ് ഇവർ. ഈ കടുവ കാറ്റ് ഫാമിലിയിൽപ്പെട്ടതാണ്. അപ്പൊ അതില് കടുവ, സിംഹം, പുലി, സ്നോ ലെപ്പേർഡ്, ജാഗ്വാർസ്, അങ്ങനെ പല വെറൈറ്റിയിലുള്ള ബിഗ് ക്യാറ്റ്സ് ഇതിൻ്റെ അകത്തുണ്ട്. അപ്പൊ ഈ ബിഗ് ക്യാറ്റ്സിനോടുള്ള അട്രാക്ഷൻ അതൊരു വലിയ ബിസിനസ് ആണ് ലോകത്തെമ്പാടും തന്നെ. ഇത് മിക്കവാറും ഏതാണ്ട് 2 ആഴ്ച എത്തിയ കടുവ കുഞ്ഞുങ്ങളാണ്. ഇതിവിടെ തന്നെയാണ് വളരുന്നതും അവരുടെ ജീവിതം മുഴുവൻ അവർ ചിലവഴിക്കുന്നത് ഇങ്ങനെയുള്ള കേന്ദ്രങ്ങളിൽ മാത്രമാണ്. ഈ ടൈഗർ കിങ്ഡം എന്ന ഈ കേന്ദ്രത്തിൽ പല സൈസിലുള്ള കടുവകളുണ്ട്. ന്യൂ ബോൺ ഉണ്ട്, സ്മോളസ്റ്റ് ഉണ്ട്, അതുപോലെ സ്മോൾ, മീഡിയം, ബിഗ്, ജയന്റ്, അങ്ങനെ സൈസ് അനുസരിച്ചിട്ട് ഇവർ ഇതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ കടുവയുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാനും അതിനെ കാണാനും അതിന്റെ ഫോട്ടോ എടുക്കാനും ഒക്കെ സൗകര്യമുണ്ട്. ഇവയെ ജനിച്ചു കഴിഞ്ഞ് ഒരാഴ്ചക്കകം അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അമ്മയുടെ അടുത്ത് നിന്ന് ഇവർ മാറ്റും. അതിനുള്ള കാരണങ്ങൾ പലതാണ്. നമുക്കത് ക്രൂരതയായിട്ട് തോന്നാം. പക്ഷേ ഇവരുടെ ബിസിനസിന്റെ ഭാഗമായിട്ട് കടുവകളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു വലിയൊരു ബിസിനസ്സാണ് അവിടെ. അപ്പൊ ആ ബിസിനസ് നടത്തണമെങ്കിൽ ഇത് മനുഷ്യരുമായിട്ട് വളരെയധികം ഇണങ്ങണം. മനുഷ്യർ അതിനെ തൊടുന്നതും അതിന്റെ അടുത്ത് വന്നിരിക്കുന്നതും അതിന് ചിരപരിചിതമായ ഒരു കാര്യമായിട്ട് മാറണം. അത് ചെറുപ്പത്തിലെ തന്നെ ഇവർ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണ്. അവരെ എല്ലാ രീതിയിലും ടേക്ക് കെയർ ചെയ്യുന്നത് മനുഷ്യരാണ്. അപ്പൊ മനുഷ്യർ അവരുടെ ഫാമിലി ആണെന്നുള്ള തോന്നല് അവർക്ക് ചെറുപ്പത്തിലെ തന്നെ ഉണ്ടായി തുടങ്ങും. അതുകൊണ്ട് പ്രായമായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ അതിന്റെ ബാക്കിൽ ഇങ്ങനെ തൊട്ട് തടവൊക്കെ ചെയ്യുമ്പോൾ അതിന് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല. എന്റെ ഫാമിലിയിലുള്ള ഒരാൾ എന്റെ അടുത്തിരിക്കുന്നു, തൊടുന്നു എന്നുള്ള ചിന്താഗതി മാത്രമേ അതിനുള്ളൂ. അതുപോലെ പല നിറത്തിലുള്ള കടുവ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് കാണാം. വെള്ള നിറത്തിലുള്ളത്, ഗോൾഡൻ കളറുള്ളത്, സാധാരണ കളറുള്ളത്. ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ, മെഡിറ്ററേനിയൻ ഏരിയയിലൊക്കെ വലിയ വലിയ അറബികളുടെ വീടുകളിൽ ഈ കടുവകളും സിംഹങ്ങളും ഒക്കെ അവർ വളർത്താറുണ്ട്. അവിടെയൊക്കെ വലിയ ഡിമാൻഡാണ്, പ്രത്യേകിച്ച് കളർ വ്യത്യാസമുള്ള ഈ വന്യജീവികൾക്ക് അല്ലെങ്കിൽ ബിഗ് ക്യാറ്റ്സ്. അപ്പൊ ആ ഡിമാൻഡ് ഉള്ളത് കൊണ്ട് മിശ്രിത സങ്കരണത്തിലൂടെ ഇവർ ഇതിനെ പല കളറുള്ള അല്ലെങ്കിൽ നിറങ്ങളുള്ള കുഞ്ഞുങ്ങളെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ കാണുന്നതില് ഗോൾഡൻ കളറുള്ള കുഞ്ഞുണ്ട്, സാധാരണ നിറത്തിലുള്ള കുഞ്ഞുണ്ട്, വെള്ള നിറത്തിലുള്ള ഒരു കുഞ്ഞുമുണ്ട്. ഇത് 1 വയസ്സ് മാത്രമായിട്ടുള്ള കടുവകളാണ്. ചെറിയ കടുവകൾ മാത്രമല്ല, വലിയ കടുവകളും ഉണ്ട്. ഇതിന്റെ കൂടുതൽ വിശേഷങ്ങളുണ്ട്. അത് ഞാൻ എൻ്റെ യൂട്യൂബ് വീഡിയോയിൽ ഡീറ്റെയിൽസ് ആയിട്ട് വിവരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ തായ്ലാന്റ്, കംബോഡിയ, വിയറ്റ്നാം വിസിറ്റിന്റെ വീഡിയോകളൊക്കെ ഈ ചാനലിലുണ്ട്. ഈ വീഡിയോയോട് അനുബന്ധിച്ചുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോകളൊക്കെ കാണാം. ഈ ചെറിയ കടുവ കുഞ്ഞുങ്ങളുടെ വിശേഷങ്ങൾ കൂടുതൽ അറിയാനും നിങ്ങൾക്ക് ആ വീഡിയോയിൽ ലിങ്ക് വഴി പറ്റും. അതുപോലെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് പിന്നെയും കാണാം. താങ്ക് യു.